ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്യാത്ത പുതിയൊരു അടിപൊളി റെമഡി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്കിൻ കെയർ ക്രീം ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫേസ് ക്രീം ചെയ്തിട്ടുണ്ട്, ബോഡി ക്രീം ചെയ്തിട്ടുണ്ട്, അണ്ടർ ആം ക്രീം, അങ്ങനെ പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ ഒരുപാട് പല ടൈപ്പ് ഓഫ് ക്രീമുകൾ നമ്മൾ ചെയ്തിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നൊരു ഹെയർ കെയർ ക്രീമാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഓവർനൈറ്റ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിറ്റേന്ന് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയാൻ പറ്റിയിട്ടുള്ളതാണ്. വാഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. 3 days കൂടുമ്പോൾ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ വാഷ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹെയർ ഫാൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. പുതിയ റൂട്ട്സൊക്കെ ഹെയറിൻ്റെ പുതിയ റൂട്ട്സ് വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കും. അതുപോലെ തന്നെ നമുക്ക് താരൻ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ കുറയ്ക്കും. പിന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഫംഗസ് ബാക്ടീരിയ ഉള്ള എന്തെങ്കിലും ഇഷ്യൂസ് നമ്മുടെ സ്കാൽപ്പിലുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓൾ ഇൻ വൺ ക്രീമാണ്. നമ്മുടെ ഹെയർ കെയറിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് എക്സ്റ്റേണലി ഉള്ള പ്രോബ്ലംസ് ആണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഇന്റേണലി ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്കിതൊക്കെ ഉണ്ടാവാം. അതിൽ ഒന്നാമത്താണ് PCOD, തൈറോയിഡൊക്കെ കൊണ്ടിട്ടുള്ള ഹെയർ ഫോൾ ആണെങ്കിൽ അതൊരു ഒരു 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 ഇപ്പോൾ ഒരു 50% അങ്ങനെ ഒരു ഹെയർ ഫോളാണ് നിങ്ങൾക്ക് ഉള്ളെങ്കിൽ അതിലൊരു 5% മാറ്റാനേ ഇത് ഹെൽപ്പ് ചെയ്യുള്ളൂ. കാരണം അത് ഇന്റേണൽ പ്രോബ്ലം കൊണ്ടുള്ളതാണ്. അപ്പോൾ അല്ലാതെ എക്സ്റ്റേണലി ഉള്ള എന്ത് ഹെയറിനുള്ള പ്രോബ്ലം മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്പ്ലിറ്റൻസ് ഒക്കെ നന്നായിട്ട് മാറും. മുടിയിൽ കായൊക്കെ ഉള്ളവരാണെങ്കിൽ അത് മാറാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് ഡെയിലി ബേസിസിൽ നൈറ്റിൽ കിടക്കുന്നതിന് മുന്നായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് അങ്ങനെ ലീവ് ചെയ്യാം. മോർണിംഗിൽ എപ്പോഴാണോ കുളിക്കുന്നത് അപ്പോൾ വാഷ് ചെയ്യാം. 3 days കൂടുമ്പോഴാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആ 3 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. കാരണം നമ്മളിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സ്കാൽപ്പായിട്ട് ജോയിൻ്റ് ആയിട്ട് അതങ്ങ് അബ്സോർബ് ആയി പോവും. അതുപോലെ തന്നെ പിന്നെ ബെഡിൽ കിടക്കുമ്പോൾ കുറേയൊക്കെ നമ്മൾ പില്ലോയിലും പറ്റിയങ്ങ് പോകും. അങ്ങനെ എന്താ പറയുക, തിക്കായിട്ടുള്ളൊരു ക്രീമല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യും. ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ ചിലർക്ക് തലനീരിറക്കമൊക്കെ വരില്ലേ, അങ്ങനെയുള്ളവർക്കും യൂസ് ചെയ്യാം. കാരണം അതിനകത്ത് വാട്ടർ കണ്ടൻറ്റോ അല്ലെങ്കിൽ ഓയിൽ കണ്ടൻറ്റോ ഒന്നും ഇല്ല. എങ്കിലും നമ്മൾ ചിലർക്ക് പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ക്രീം തയ്യാറാക്കാനായിട്ട് വേണ്ട ഒന്നാമത്തെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസ്മെരി ലീവ്സ് ആണ്. ഇത് ഡ്രൈ ആയിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ വഴി. കിട്ടിയതിന് ശേഷം ഞാൻ ഏതെങ്കിലും വീഡിയോക്കകത്ത് എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തായാലും ഇതുപോലെ ഒരു റോസ്മെരി പ്ലാന്റ് വേണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ വാങ്ങിക്കുക. അടുത്തുള്ള നഴ്സറിയിലൊക്കെ ഉണ്ടാവും. എല്ലാതും ഞാൻ ഈക്വൽ അനുപാതത്തിൽ ഒരു പിടി അളവെന്നുള്ള, എൻ്റെ കയ്യിൽ ഒരു പിടി അളവെന്നുള്ള അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എടുത്തേക്കുന്നത് മുരിങ്ങയിലയാണ്. അപ്പോൾ മുരിങ്ങയിലും നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. പൗഡർ എടുക്കാൻ പറ്റില്ല കേട്ടോ. പൗഡർ എടുത്താൽ നമുക്ക് ആകെ മെസ്സിയായിട്ട് കരിഞ്ഞൊക്കെ പോകും. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമ്മൾ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എടുത്തേക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. സെയിം ഒരു പിടിയാണ്, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ, ആ ഒരു കണക്കിന് എടുക്കുക കേട്ടോ. ഇനി നാലാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കഷ്ണം ഇഞ്ചിയാണ്. അത് നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം ഇതിനെ നിങ്ങൾ ചതച്ചെടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ചതച്ചിട്ട് വെള്ളത്തിൽ ഇടുന്ന ടൈമിൽ ഞാൻ ചതച്ചിട്ടാണ് ഇടുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് 1 പിടി മൈലാഞ്ചി ഇലയാണ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ബാക്കിയുള്ള 4 ഇൻഗ്രീഡിയൻറ്റും മസ്റ്റായിട്ടും വേണം. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റിയ 2 ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. ഒന്ന് നമ്മുടെ എന്താ പറയുക, നീം ലീവ്സ് ഉണ്ടല്ലോ, ആര്യവേപ്പിൻ്റെ ഇല, അതല്ലെങ്കിൽ നീലയമരിയുടെ ഇല, പിന്നെ വന്നിട്ട് കറിവേപ്പില, ഇതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഇതെല്ലാം ഈക്വൽ അനുപാതത്തിൽ എടുക്കാമെന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഏകദേശം 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ 2-3-4 ഗ്രാമ്പും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രാമ്പുമൊക്കെ നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ടുണ്ടാവും, എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മസാലയിൽ കിടപ്പുണ്ടെങ്കിൽ ഒരു 3-4 പീസ് പറക്കിയിടുക എന്നുള്ളതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ്സേ ഷൂട്ടായിട്ടുള്ളൂ. ശരി, 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് 1 പിടി കറിവേപ്പിലയും 1 പിടി നീം ലീവ്സും 1 പിടി നീലയമരിയുടെ ഫ്രഷ് ആയിട്ടുള്ള ഇലയും ഇതുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഐറ്റംസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. പക്ഷേ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ സൂപ്പറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഉലുവയും, അതായത് 1 പിടി ഉലുവയും കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവ ഓൾറെഡി ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഉലുവ പൊടിച്ച പൗഡറേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാത്തത്. ഫ്രഷ് ആയിട്ടുള്ള ഉലുവ പൊടിക്കാത്തതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം നല്ലപോലെ ഒരു കൊഴുത്ത കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറും. വറ്റി ഒരു കുറച്ചൊക്കെ വറ്റി കഴിയുമ്പോൾ നമ്മളിങ്ങനെ കോരി ഒഴിച്ച് നോക്കുമ്പോൾ ഒരു കൊഴുത്ത കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുക. ഈ എസൻസ് എല്ലാം അതിനകത്ത് ഇറങ്ങാനായിട്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ചെറിയൊരു കൊഴുപ്പ്
അല്പം ആകുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യണം. ഒരുപാട് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ വെയിറ്റ് ചെയ്താൽ നമുക്കിത് അരിച്ചെടുക്കാനേ പറ്റില്ല. കാരണം ഇതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ഫ്രഷ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക തണ്ടും ഇതൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ആ ചൂടോടെ തന്നെ നമ്മൾ അരിച്ചെടുക്കുക. ഇതിന് വലിയൊരു അരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അപ്പം തന്നെ അരിച്ചെടുക്കുക കേട്ടോ ചൂടോടെ. അതിനുശേഷം ഇത് ആറാനായിട്ട് വയ്ക്കുക, അത് തണുക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കണ്ടോ, തണുക്കുമ്പോൾ നമുക്കൊരു തിക്ക് ജെല്ലി കൺസിസ്റ്റൻസിയിൽ കിട്ടും. നമ്മൾ ആ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇനി നമ്മളൊരു ഫോർക്കോ അല്ലെങ്കിൽ ബീറ്ററോ ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്ത് ഈ ക്രീം എല്ലാം കൂടി ഈക്വലായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്ന ഇതുണ്ടല്ലോ, അതുപയോഗിച്ച് ചെയ്യാം. അതിനുശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണം കേട്ടോ. 30 days വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. കണ്ടോ, ഇതാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കിയത്. അപ്പോൾ എൻ്റെ മുടിയിൽ നന്നായിട്ട് ഓയിലുണ്ട്. അപ്പോൾ ഇന്നലെ ഓയിൽ തേച്ച് കുളിച്ചത് കാരണം മുടി നന്നായിട്ട് ഒട്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു ഇതിലാണ് ഏകദേശം ഒരു 200 ഗ്രാമോളം കിട്ടിയിട്ടുണ്ട് ഞാൻ തയ്യാറാക്കിയ ക്രീം. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള നീം ലീവ്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക. പൗഡർ ചേർക്കേണ്ട, പൗഡർ ചേർത്താൽ അരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, അത്ര വലിയ ഫ്രഷ് ലീവ്സിൻ്റെ ഗുണങ്ങളും കിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നീലയമരിയുടെ ഇല നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതും ഫ്രഷ് കേട്ടോ. എൻ്റെ അടുത്ത് പൗഡർ ഉണ്ട്, പക്ഷേ ഫ്രഷ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നീം ലീവ്സ് എൻ്റെ അടുത്ത് കിട്ടാനില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ചേർക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതും കൂടി ആഡ് ചെയ്ത് വേണം പ്രിപ്പയർ ചെയ്യാൻ. ഈ ഒരു നീം ലീവ്സിനും അതുപോലെ തന്നെ നമ്മുടെ നീലയമരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ നാഗാല നരയൊക്കെ ഉണ്ടല്ലോ, അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ നീം ലീവ്സ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് താരൻ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫംഗസ് ബാക്ടീരിയ ഇഷ്യൂസൊക്കെ നമ്മുടെ സ്കാൽപ്പിലുണ്ടെങ്കിൽ അത് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് ക്രീം ഉണ്ടാവുക. കുറച്ച് വാട്ടർ കൺസിസ്റ്റൻസി ആയിരിക്കും, എന്നാൽ അത്ര വലിയ തിക്കായിട്ടുള്ള അങ്ങനെ ജെല്ല് എന്താണ് കേട്ടോ. കുറച്ച് നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം, കാരണം ഞാൻ പറഞ്ഞില്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് നമ്മളെ തലയിൽ ഇതുപോലെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ എൻഡ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ക്രീമാണ്. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ മസാജ് ചെയ്യുന്ന ബ്രഷ് വാങ്ങിക്കാനായിട്ട് അത് ഉപയോഗിച്ചിട്ടോ മസാജ് ചെയ്യാം. അപ്പോൾ കുറേശ്ശെ നമ്മുടെ കയ്യിൽ ഒഴിച്ച് വേണം നമ്മളിതുപോലെ ഹെയറിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും കൈ പാത്രത്തിനകത്തേക്ക് ഇട്ട് ഈ ഒരു ക്രീം എടുക്കാനായിട്ട് ശ്രമിക്കരുത്, എങ്കിൽ പെട്ടെന്ന് കേടായി പോകും കേട്ടോ. അപ്പോൾ കയ്യിലേക്ക് ഒഴിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ നമുക്ക് എടുക്കാം. അതിനുശേഷം നമ്മളിതുപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്താൽ സ്കാൽപ്പിലൊക്കെ നമ്മൾ മുടി സെപ്പറേറ്റ് ആയിട്ട് വകച്ചിലെടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തു. ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ക്വാണ്ടിറ്റി തന്നെ മതിയാവും. അത് കുറേശ്ശെ എടുത്ത് നമ്മളിതുപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം ഫിംഗർ ടിപ്സ്, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ മസാജ് ചെയ്യുന്ന ഒരു ബ്രഷ് മേടിക്കാനായിട്ട് കിട്ടും, അത് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാം. നല്ല പോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റോളം നമ്മൾ എന്തായാലും മസാജ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, നമ്മൾ കട്ടിലിൽ ഇങ്ങനെ കിടന്നതിന് ശേഷം തല താഴേക്ക് ഇങ്ങനെ കുനിച്ച് വയ്ക്കില്ലേ, അല്ലെങ്കിൽ മലർന്ന് കിടന്നിട്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ തല ഇങ്ങനെ താഴേക്ക് തൂക്കിയിട്ടിട്ട് അങ്ങനെ മസാജ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു എന്താ പറയുക ബ്രഷ് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. കൈ കൊണ്ട് ഞാൻ ആദ്യം ചെയ്തു, അതിനുശേഷം ഞാൻ ആ ഒരു ബ്രഷ് ഉപയോഗിച്ചും ചെയ്യുന്നുണ്ട്. രണ്ടും ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാണ് ക്രിസ്മസ് ട്രീ. അതെടുത്തുള്ള എന്തൊരു അപ്പോൾ ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യണം. അതായത് നമ്മൾ കട്ടിൽ കിടന്നിട്ട് മുടി താഴേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്താൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാവും. അതായത് നമ്മൾ കുനിഞ്ഞ് മസാജ് ചെയ്യില്ല അതേപോലെ. അപ്പം ഡെയിലി ചെയ്യുക. 1 വീക്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല വിസിബിൾ ചേഞ്ച് അറിയാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ മുടി എല്ലാം കൂടി ഒന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. കാരണം നമുക്ക് വാട്ടർ കണ്ടന്റ് ആണല്ലോ. അതിനുശേഷം നമ്മൾ മുടി എല്ലാം കൂടി ഇങ്ങനെ വാരി മുകളിലേക്ക് വെച്ചിട്ട് ഒരു ഷവർ ക്യാപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാറ്റിൻ്റെ ഹെയർ സ്ക്രഞ്ചിയിലെ ഹെയർ ക്യാപ്പ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് കിടന്നുറങ്ങിയാൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഒരു 1 വീക്ക് നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച് കാണാനായിട്ട് പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും